നിങ്ങളുടെ കയ്യിൽ 40,000 രൂപയുണ്ടെങ്കിൽ 4K പ്രീമിയം QLED TV വാങ്ങാൻ പറ്റും. എങ്ങനെയെന്നുള്ളതല്ലേ? അതായത് ഇംപെക്സിൻ്റെ EvoQ സീരീസ്. ഇംപെക്സിൻ്റെ EvoQ സീരീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 2023 അവർ പുറത്തിറക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് QLED ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്താണ് QLED ഡിസ്പ്ലേ, എങ്ങനെയൊക്കെയാണ് ഇത് ബെനിഫിറ്റ് ചെയ്യുന്നത്, അത് മാത്രമല്ല ഈ ടി വിക്കകത്ത് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്രയും ഫീച്ചറുണ്ട്. നോക്കാം. ഇതാണ് നമ്മുടെ ടി വിയുടെ പെട്ടി നോക്കിക്കഴിഞ്ഞാൽ 43 ഇഞ്ചാണെന്നുള്ളത് നമുക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 108 സെൻറ്റിമീറ്റർ ആണ് 43 ഇഞ്ച്. ഓക്കെ, അതിൻ്റെ താഴെ തന്നെ ഫീച്ചേഴ്സ്, ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു ഗൂഗിൾ ടി വി ആണ്, ആൻഡ്രോയിഡ് ടി വി അല്ല, ഇതൊരു ഗൂഗിൾ ടി വി ആണ്. ഗൂഗിൾ ടി വി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതിക്ക് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്ത് ഭയങ്കര ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു ടി വി എക്സ്പീരിയൻസ് തരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇമേഴ്സീവ് എക്സ്പീരിയൻസ് QLED ടി വി. ഇംപെക്സിൻ്റെ ടാഗ് ലൈൻ ആണ് ഇമേഴ്സീവ് എക്സ്പീരിയൻസ്. അത് തന്നെയാണ് ഈ ഒരു ടി വി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. താഴെയായിട്ട് കുറേ ഫീച്ചറുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡോൾബി വിഷൻ IQ. ഡോൾബി വിഷൻ IQ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോൾബി കണ്ടന്റുകളെല്ലാം ഈ ഒരു ടി വിക്കകത്ത് ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെൻസർ വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ റൂമിൻ്റെ അകത്തുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നിങ്ങളുടെ ഡോൾബി കണ്ടന്റ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യും. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ദാറ്റ് ഇമേഴ്സീവ് സൗണ്ട് എക്സ്പീരിയൻസ്. MEMC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു ടി വിക്കകത്തേക്ക് ഒരു ഗെയിമിംഗ് കൺസോളിൽ കണക്ട് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരും. അതുപോലെ തന്നെ ALLM, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഓട്ടോ ലോ ലേറ്റൻസി മോഡ്. നിങ്ങളൊരു കൺസോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫീച്ചർ എനേബിൾ ആവും. അതായത് നിങ്ങൾ കളിക്കുന്ന ഗെയിമുകളിൽ ഒരു തരത്തിലുള്ള ലേറ്റൻസി ഇഷ്യൂസും വരില്ല. HDMI 2.1 ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്, HDR10 സപ്പോർട്ടഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ട്രൂ ബില്യൺ കളർ ഡിസ്പ്ലേ. ബില്യൺ കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഭയങ്കര സൂപ്പറായിരിക്കും. നമുക്ക് ടി വി അൺബോക്സ് ചെയ്യാം. That's called experience. അപ്പോൾ നമ്മുടെ ടി വിയുടെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ടി വിയുടെ ലുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പൊതുവേ ടി വിക്ക് കുറച്ച് നാളായിട്ട് ഒരു സിമ്പിൾ, എല്ലാ ടി വിക്കും ഒരേ ലുക്കാണ് വരുന്നത്. ഇത് നോക്കിക്കേ, ഒരു വല്ലാത്തൊരു ഷേപ്പ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫിൻ ഷേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈ മീനിൻ്റെയൊക്കെ ചിറകിൻ്റെ ഒരു ഷേപ്പിൽ വന്നിട്ട്, അതുപോലെ തന്നെ ഒരു അലുമിനിയത്തിലൊരു ഭാഗം പോകുന്നുണ്ട്. ഇംപെക്സിൻ്റെ ബ്രാൻഡിങ് വരുന്നുണ്ട്, ഡോൾബി വിഷൻ IQയുടെ ബ്രാൻഡിങ്ങും ഡോൾബി അറ്റ്മോസിൻ്റെ ബ്രാൻഡിങ്ങും ഉണ്ട്. ആൻഡ് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം എനർജി കൺസപ്ഷൻ ഉണ്ടെന്ന്. ഇതാണ് റിമോട്ട് നോക്കുന്ന സമയത്ത് ഒരു നീള റിമോട്ടാണ്. ഇംപെക്സിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെ ആയിട്ട് കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ആമസോൺ പ്രൈം, അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ. പിന്നീട് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പവർ ഓഫ് ബട്ടൺ, ഇൻപുട്ടിൻ്റെ ബട്ടൺ. ബാക്കി നമുക്ക് ഒരു ടി വിയുടെ റിമോട്ടിൽ എന്തെല്ലാം കാണാൻ പറ്റൂടെ, അതെല്ലാം ഉണ്ട്. ഇനി ആ സുവർണ്ണ നിമിഷത്തിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഓണാക്കി നോക്കാം. ഇനിഷ്യലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഒരു QR കോഡ് വരും. അതിനെ ഗൂഗിൾ ഹോം ആപ്പ് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം സ്കാൻ ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇത് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് കണക്റ്റിംഗ് ടു ഗൂഗിൾ TV ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് അടിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണുമായിട്ട് ഭയങ്കര വലിയൊരു എക്കോസിസ്റ്റം തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ടി വിയുടെ ഇൻ്റർഫേസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇപ്പം സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര സ്മൂത്തായിട്ടാണ് പോണത്. അതുമാത്രമല്ല ഒരു ചെറിയ സൗണ്ട് ഉണ്ട് കേട്ടോ, സാറ്റിസ്ഫൈയിങ്. ആൻഡ് ഇംപെക്സ് ഈ ഒരു ടി വിക്ക് 4 വർഷത്തെ ഫുൾ വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുൾ വാറണ്ടി, അതായത് ടി വിക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാലും 4 വർഷത്തെ ഫുൾ വാറണ്ടി. പൊതുവേ ബ്രാൻഡുകളൊന്നും 4 വർഷമൊന്നും ഫുൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷേ 4 വർഷത്തെ ഫുൾ വാറണ്ടി കിട്ടുന്നുണ്ട്. ഒരു QLED പാനലാണ് ഇതിനകത്ത് വരുന്നത്. 4K ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡമായിട്ട് നമുക്കൊരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. OTT പ്ലാറ്റ്ഫോം ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവന്മാർ നമ്മളെ വീഡിയോനെ ബാൻ ആക്കും. അപ്പോൾ അതിന് പകരം നമ്മളൊരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് പിക്ചർ ക്വാളിറ്റി എന്നുള്ളത്. സോ ഗൈസ്, ഞാനൊരു 4K HDR കണ്ടന്റ് പ്ലേ ചെയ്യാൻ പോവാണ്. ആൻഡ് ദിസ് ഇസ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം പിക്ചർ ക്വാളിറ്റി, കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്. എൻ്റെ അമ്പോ നോക്കിയേ, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസ് കേട്ടോ. ഇത് ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു എന്ന് അറിഞ്ഞുകൂടാ. ലൈക്ക് പൊതുവേ നമ്മളിങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് വരുന്നു കഴിഞ്ഞാലും
നമുക്ക് കളേഴ്സിലോ അല്ലെങ്കിൽ പിക്ചറിൻ്റെ ക്വാളിറ്റിയിലോ അതിൻ്റെ ബ്രൈറ്റ്നസ്സിലോ ഒന്നും ഒരു ഡിഫറൻസും ഫീൽ ചെയ്യുന്നില്ല. എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇങ്ങനെ വരുന്ന സമയത്തും, വിച്ച് ഈസ് റിയലി നൈസ്. ഭയങ്കരമായിട്ട് കളേഴ്സ് എടുത്ത് നിൽപ്പുണ്ട്. എന്നാൽ ഓവർ സാച്ചുറേറ്റഡും അല്ല, എന്നാൽ ഓവറായിട്ട് കളർ കുറവുമല്ല. ഭയങ്കര നൈസായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ കുറച്ച് വീഡിയോസും കൂടി ഇട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. HDR കണ്ടന്റ് ആയതുകൊണ്ട് ഇവിടെ HDR എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ സെറ്റിങ്സിലേക്ക് പോകുന്ന സമയത്ത് കണ്ടോ 2160p HDR കണ്ടന്റ് ആണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ടിവിക്കകത്തുള്ള ബ്ലാക്ക് ഒക്കെ ഭയങ്കര നൈസായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിക്ചർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, എനിക്ക് പറയാൻ ഒന്നുമില്ല. ഭയങ്കര നൈസായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലാക്ക്സ് ഭയങ്കര രസമുണ്ട് അല്ലേ? സൂപ്പർ ബ്ലാക്ക്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. യെസ്, ഫൈനൽ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഡോൾബി അറ്റ്മോസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഒരു 29 സെക്കൻഡിൻ്റെ ക്ലിപ്പുണ്ട്, ഞാനത് പ്ലേ ചെയ്യാവേ. ഓക്കെ, ഞാനൊരു ട്രെയിലർ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. മാറി രണ്ട് സൈഡിലേക്ക് കേൾക്കും. പറയാതെ വയ്യല്ലോ, അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഒരു ടി വിക്കകത്ത് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് സൗണ്ട് ട്രാവൽ ചെയ്ത് ഇവിടെ വരുന്നു, എന്നിട്ട് നടുക്ക് വന്ന് നിൽക്കുന്നു, എന്നിട്ട് മേളിലേക്ക് പോകുന്നു, എന്നിട്ട് സൈഡിലേക്ക് പോകുന്നു. അത് ഭയങ്കര എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരപ്പുണ്ടല്ലോ, ചിലപ്പോൾ എനിക്കൊരു മൈക്കല്ലേ വെച്ചിട്ടുള്ളൂ, ഞാനൊരു 4-5 മൈക്കൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തെന്ന് വരും. ബട്ട് സൂപ്പർ സൗണ്ടിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. നമ്മൾ ഇൻ്റർഫേസിൽ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറച്ച് സിനിമകൾ ഗൂഗിൾ തന്നെ സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ യുവർ ആപ്സ് എന്ന് പറഞ്ഞ ഭാഗത്താണ് നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട്, യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, പ്രൈം, Z5, MX പ്ലെയർ, ആപ്പിൾ TV, യൂട്യൂബ് മ്യൂസിക്, അതുപോലെ തന്നെ നമുക്ക് മീഡിയ പ്ലെയർ ഉണ്ട്, മൾട്ടി സ്ക്രീൻ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി കുറച്ചുകൂടി നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ സിനിമാസും കാറ്റഗറീസും നമ്മുടെ ഗൂഗിൾ തന്നെ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്കാം. ആൻഡ് യൂട്യൂബിൽ നിന്നുള്ളതും വരുന്നുണ്ട്, അതിൻ്റെ അകത്താണ് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സെറ്റിങ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആൻഡ്രോയിഡ് TVയെക്കാളും കുറച്ചുകൂടി യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പം ഇതാണ്. കാര്യം മൊത്തത്തിലുള്ള ടോട്ടൽ ഇൻ്റർഫേസ് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും, ഭയങ്കര ക്ലീനാണ്. ഇതിനകത്ത് സ്ക്രീൻ സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്രീൻ സേവേഴ്സ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ സേവേഴ്സ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ള രീതിക്ക് വയ്ക്കാം. ആൻഡ് നിങ്ങൾ കുറച്ച് നേരം TV ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ സേവർ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആവും. ഇനി ഇൻപുട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ഇൻപുട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ഒരു സൗണ്ട് ബാർ നിങ്ങൾ HDMI വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഇൻപുട്ടുകളെല്ലാം അവിടെ നിങ്ങൾക്ക് കിട്ടും. തൊട്ട് താഴെയായിട്ട് പിക്ചേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഓരോ പിക്ചർ മോഡുകളുണ്ട്. അതിനകത്ത് സ്റ്റാൻഡേർഡ് ഉണ്ട്, വിവിഡ് ഉണ്ട്, മൂവീസ് ഉണ്ട്, ഗെയിം ഉണ്ട്. നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിം മോഡ് എനേബിൾ ചെയ്യുക. എനിക്ക് പൊതുവേ വിവിഡാണ് കുറച്ചുകൂടി ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ചിലപ്പോൾ ചില ആളുകൾക്ക് വിവിഡ് ഇഷ്ടമല്ല. പിന്നീട് നമുക്ക് ബാക്ക് ലൈറ്റും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ഹ്യൂ, ഷാർപ്നെസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് വീഡിയോ മോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി സൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാം, സറൗണ്ട് സൗണ്ട് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം. അങ്ങനെയുള്ള കസ്റ്റമൈസിങ് പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് വൈഫൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് പല വൈഫൈസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഏതാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്
അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഡുവൽ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ടി വി ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൈഫൈ റേഞ്ച് കുറയും എന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ നോക്കുന്ന സമയത്ത് ഒരു കിഡ്സ് പ്രൊഫൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ 18+ കണ്ടന്റ് ഒന്നും അവർക്ക് വരില്ല, അവരുടെ ഏജിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. ആൻഡ് ക്ലിയർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം പോകും. സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു സെറ്റിങ്സ് അവിടെ ഉണ്ട്. അവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ചാനൽസിൻ്റെ കാര്യങ്ങൾ, നെറ്റ്വർക്കിൻ്റെ കാര്യം, അക്കൗണ്ട്സ്, പ്രൈവസി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഭയങ്കര കംഫർട്ടുള്ളത് ഗൂഗിൾ ടി വി ആണ്. നമ്മുടെ ടി വിയുടെ മെയിൻ ഹൈലൈറ്റ് ഇമേഴ്സീവ് എക്സ്പീരിയൻസ് എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ മഹാ ഇമേഴ്സീവ് ബണ്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബണ്ടിൽ ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ 60,000 രൂപയ്ക്ക് മേളിലോട്ടുള്ള ബെനിഫിറ്റ്സ് വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മഹാ ഇമേഴ്സീവ് ബണ്ടിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ ഈ ഒരു ടി വി വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. ആൻഡ് ഈ ഒരു ഓണക്കാലം നിങ്ങൾക്ക് ഫാസിനേറ്റിംഗ് ആക്കാനായിട്ട് നിങ്ങളുടെ ഈ ഒരു ഇംപാക്സിൻ്റെ ടി വി വീട്ടിലോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ബഡ്ജറ്റ് അറ്റ് ദ സെയിം ടൈം ഒരു തരത്തിലുള്ള ഫീച്ചേഴ്സിന് കുറവുമില്ല. നല്ല വിലയുള്ള ടി വിക്കകത്ത് വരാത്ത ഫീച്ചേഴ്സ് വരെ ഇതിൻ്റെ അകത്ത് ഇംപാക്സ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഭയങ്കര നല്ല UI ആണ്. ആൻഡ് നല്ല ക്വാളിറ്റി, നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല പിക്ചർ ക്വാളിറ്റി എല്ലാം കിട്ടും. അപ്പോൾ ഈ ഒരു EvoQ സീരീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഇംപെക്സ് സ്റ്റോറിലോട്ടോ ഇലക്ട്രോണിക് അപ്ലയൻസസ് സ്റ്റോറിലോട്ടോ പോയാൽ മതി, നിങ്ങളുടെ ഇംപെക്സ് ടി വി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച ഇംപെക്സ് ടി വിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതിനകത്ത് ഏറ്റവും നല്ല കമൻറ്റിന് ഞാൻ പിന്നും ചെയ്തു വയ്ക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. ലവ് യു ഗൈസ്. ബൈ ബൈ.